വിഷുദിനത്തിലാണ് ആലപ്പുഴ എഴുപുന്ന ശ്രീനാരായണപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തിയ 20 പവനോളം വരുന്ന തിരുവാഭരണം മോഷണം പോയതറിഞ്ഞത്. ചൊവ്വാഴ്ച പോലീസ് അന്വേഷണം ആരംഭിച്ചു. ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയെ കാണാതായതോടെ അന്വേഷണം ആ വഴിക്കായി. എന്നാൽ ക്ഷേത്രത്തിൽ താൽക്കാലിക ശാന്തിക്കാരനായി ജോലിയിൽ പ്രവേശിച്ച കൊല്ലം ഈസ്റ്റ് കല്ലട രാംനിവാസിലെ രാമചന്ദ്രൻ പോറ്റിയെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള രേഖയും ക്ഷേത്രത്തിൽ ഇല്ലാതിരുന്നത് പോലീസിനെ അക്ഷരാർത്ഥത്തിൽ കുഴക്കി. വിഷുദിനത്തിലാണ് ക്ഷേത്രത്തിൽ നിന്ന് 10 പവന്റെ മാല, 3.5 പവൻ വരുന്ന കിരീടം, 2 നെക്ലേസുകൾ എന്നിവ കാണാതായത്. പിന്നാലെ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയെയും കാണാതെയായി. ഇയാളെ ഇവിടെ എത്തിച്ച മേൽശാന്തി കൊല്ലം സ്വദേശി ശങ്കരനാരായണ റാവുവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തെങ്കിലും കാര്യമായ തെളിവുകൾ ലഭിച്ചില്ല. അരൂർ പോലീസ് 3 ടീമായി തിരിഞ്ഞാണ് അന്വേഷണം തുടങ്ങിയത്. 2 ടീമിനെ പ്രതിയുടെ ജന്മദേശമായ കൊല്ലത്തേക്ക് അയച്ചു. ഒരു ടീമിനെ ബാങ്കുകളിലേക്കും ഫോൺ ലൊക്കേഷൻ അറിയുന്നതിനും ടെക്നിക്കൽ വിഭാഗത്തിൽ നിയോഗിച്ചു. 14 അംഗ പോലീസിനെ 5, 5, 4 എന്നീ അംഗങ്ങളുള്ള ടീമുകളായാണ് തിരിച്ചത്. 15-ാം തീയതി രാമചന്ദ്രൻ പോറ്റിയുടെ മൊബൈൽ പ്രവർത്തിച്ചതോടെ പോലീസ് ലൊക്കേഷൻ മനസ്സിലാക്കി. എറണാകുളത്തായിരുന്നു ലൊക്കേഷൻ. കൊല്ലത്ത് നിന്നുള്ള 2 ടീമിനെയും എറണാകുളത്തേക്ക് തിരിച്ചു വിളിച്ചു. അന്വേഷണം എറണാകുളം കേന്ദ്രീകരിച്ച് നടത്താൻ തുടങ്ങി. ഫെഡറൽ ബാങ്കിൽ സ്വർണം പണയം വെച്ചതും ഓഹരി വിപണിയിൽ പണം നിക്ഷേപിച്ചതും അന്വേഷണത്തിൽ കണ്ടെത്തി. 7 ലക്ഷം രൂപയ്ക്കാണ് തിരുവാഭരണത്തിലെ സ്വർണം പണയം വെച്ചത്. ഫെഡറൽ ബാങ്കിന്റെ തേവര ബ്രാഞ്ചിലായിരുന്നു സ്വർണം പണയം വെച്ചത്. ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കുന്നതാണ് രാമചന്ദ്രന്റെ ഹോബിയെന്ന് ചോദ്യം ചെയ്യലിൽ മനസ്സിലായതായി പോലീസ് പറഞ്ഞു. മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശീലങ്ങളൊന്നുമില്ലാത്ത രാമചന്ദ്രന്റെ ഏറ്റവും വലിയ വീക്ക്നസ് ഓഹരി വിപണിയാണത്രേ. സ്വർണം പണയം വെച്ച് മുഴുവൻ പണവും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരം. പ്രതിയെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കും. തുടർ നടപടികൾ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഉണ്ടാകുമെന്ന് അരൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രതാപചന്ദ്രൻ പറഞ്ഞു. അരൂർ സ്റ്റേഷനിൽ 2 പോലീസുകാർ മാത്രമാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. ബാക്കി മുഴുവൻ പോലീസുകാരും കള്ളനെ പിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. 3 ദിവസമായി അങ്കലാപ്പിലായിരുന്ന ക്ഷേത്രം ഭാരവാഹികൾക്കും ഇനിയൊന്ന് ആശ്വസിക്കാം. കീഴ്ശാന്തിയുടെ വിവരങ്ങൾ സൂക്ഷിക്കാത്തതിൽ ഏറെ പഴി കേൾക്കേണ്ടി വന്നു ഇവർക്ക്. സ്വർണം നഷ്ടപ്പെട്ടതിന് പുറമെ ബാക്കിയുള്ള സ്വർണം പരിശോധിച്ചതിൽ മുക്കുപണ്ടമാണ് എന്നറിഞ്ഞതും ഭാരവാഹികളെ കുഴക്കിയിട്ടുണ്ട്. പ്രതിയെ റിമാൻഡ് ചെയ്ത ശേഷം കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താലേ മോഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഒരു തുമ്പും ഇല്ലാതിരുന്നിട്ടും ജാഗ്രതയോടെയുള്ള പഴുതടച്ച അന്വേഷണത്തിലാണ് 3 ദിവസങ്ങൾക്കുള്ളിൽ പ്രതിയെ പിടികൂടാനായത്. ശാന്തിക്കാരനാണ് തിരുവാഭരണം മോഷ്ടിച്ചത് എന്നുള്ള അറിവ് ആ ഞെട്ടലിലാണ് ഭക്തരും.